ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കഴിയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പി.സി. ജോർജ് പറഞ്ഞത് സത്യമാണ്. അത് മാതൃഭൂമി ന്യൂസിന്റെ പേജിൽ കയറി നോക്കിയാൽ കിട്ടും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിൽ കുറച്ച് ആൾക്കാർ പടക്കം പൊട്ടിക്കുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് എന്ന് പറഞ്ഞ ഒരു മുൻ MLA ജനം TV-യിൽ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് തീർത്തും വർഗീയപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം, നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആരെയും പാകിസ്ഥാനിലേക്ക് ട്രെയിൻ കയറ്റി വിടാനുള്ള അധികാരമൊന്നും നമുക്കാർക്കും ഇല്ല, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലത്തെ അവകാശങ്ങളാണുള്ളത്. എന്നാൽ പി.സി. ജോർജിന്റെ ജനം TV-യിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കഴിയുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ കൈകൊട്ടിച്ചിരിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ചില ആൾക്കാർ ഇത്തരത്തിലുള്ള സംഭവമേ കേരളത്തിൽ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന കേട്ടു. എന്നാൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് ഞാനും ആലോചിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം മറ്റൊരു രാജ്യം, പാകിസ്ഥാൻ പോലൊരു രാജ്യം, പ്രത്യേകം എടുത്തു പറയുന്നത് പാകിസ്ഥാനും പോലൊരു രാജ്യത്തിന് മുമ്പിൽ തോൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ളിലിരുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ചോദ്യമാണ്. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പം നോക്കിയപ്പോൾ എനിക്ക് ആ വാർത്ത കിട്ടിയായിരുന്നു. മാതൃഭൂമി ന്യൂസിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. ഈ വാർത്തയുടെ ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേജിൽ വന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അപ്പം ആ വാർത്ത ഇങ്ങനെയാണ്. നിങ്ങൾ മാതൃഭൂമി ന്യൂസിൻ്റെ പേജിൽ കയറി നോക്കിയാൽ കിട്ടും. പാക് വിജയം ആഘോഷിച്ചു, കാസർഗോഡ് 23 പേർക്കെതിരെ കേസ് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. പി.സി. ജോർജ് പറഞ്ഞത് സത്യമാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പി.സി. ജോർജ് പറഞ്ഞത് സത്യമാണ്. പലരും ഇങ്ങനൊരു സംഭവമേ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ വാർത്ത ജസ്റ്റ് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇനി നിങ്ങൾക്ക് കുറേ സംശയം കാണും, ഇതിനകത്ത് എന്താ കുഴപ്പം, ഇന്ത്യയും പാകിസ്ഥാനും ഒരു മത്സരമല്ലേ നടക്കുന്നത്, ക്രിക്കറ്റ് കളിയല്ലേ, അതിനകത്തൊരു ടീം തോൽക്കുമ്പോൾ മറ്റൊരു ടീം ജയിക്കുമ്പോൾ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുത്തൂടെ, പാകിസ്ഥാൻ ജയിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ആഘോഷിച്ചുകൂടാ, പടക്കം പൊട്ടിച്ചൂടാ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് കാണുമായിരിക്കും അല്ലേ? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഞാൻ വാർത്ത വായിച്ചിട്ട് അതിനുള്ള മറുപടിയും ഞാൻ ജസ്റ്റ് ഇവിടെ വായിച്ചു വിട്ടേക്കാം. കാസർഗോഡ്, നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ ആദ്യത്തെ വാർത്ത വരുന്നത്. 2-3 വാർത്തയുണ്ട്. അതിനകത്ത് ആദ്യത്തെ വാർത്ത കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അതിനുശേഷം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാം. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം കേരളത്തിൻ്റെ തെരുവുകളിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാതൃഭൂമി ന്യൂസിലെ ഈ വാർത്ത വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2017 ജൂൺ 20 വാർത്തയാണ്. കാസർഗോഡ് ചാമ്പ്യൻസ് ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തു എന്ന പരാതിയിൽ 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഏത് പോലീസാണ്? കേരള പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ കുബഡാജി കാസർഗോഡിലെ സ്ഥലമാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് വായിലൊന്നും വരില്ല. ചക്കൂടലായിലായിരുന്നു സംഭവം. ചക്കുളം റസാക്ക്, മഷൂദ്, സിറാജ് എന്നിവർക്കും മറ്റ് കണ്ടാലറിയുന്നവർക്കുമെതിരെയാണ് കേസ്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അന്നത്തെ വാർത്തയാണ്. ഇന്ത്യ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളൊക്കെ പറയുന്നുണ്ട് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഗൗരവകരമായിട്ടുള്ള ആ സംഭവം വരുന്നത്. മത്സരം കഴിഞ്ഞതിന് ശേഷം യുവാക്കൾ കൂട്ടം കൂടി പാകിസ്ഥാൻ സിന്ദാബാദ്, ഇന്ത്യ മുർദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി പടക്കം പൊട്ടിച്ചു എന്നാണ് പരാതി. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ശേഷം ഇന്ത്യ തോൽക്കുന്നു. ശരി, ഇന്ത്യ തോൽക്കുന്നു, ഗെയിമാണല്ലോ, എന്തായാലും ഒരാൾക്ക് തോൽവിയും ജയവും ഉണ്ടാവും. ആ ഒരു സമയത്ത് തന്നെ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം എവിടെ മുഴങ്ങി? നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് മുഴങ്ങി. അത് പി.സി. ജോർജ് പറഞ്ഞ സത്യമാണ്. ഇത് ഞാൻ നേരത്തെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടിയൊക്കെ ആൾക്കാർ ജയ് വിളിക്കുന്നത്? നമ്മുടെ രാജ്യത്തിരുന്ന് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കാൻ നമുക്കൊരു ഇച്ചിരി കൂറും നമ്മുടെ രാജ്യത്തോടൊക്കെ ഒരു സ്നേഹമൊക്കെ വേണം. എവിടെ കിടക്കുന്ന ഒരു പാകിസ്ഥാൻ? നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു രാജ്യം പാകിസ്ഥാൻ. ആ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഇങ്ങനെയുള്ളവരെ പാകിസ്ഥാനിലേക്ക് വിടണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയുള്ളവരെ പാകിസ്ഥാനിലേക്ക് വിടണം. ഞാനിവിടെ പറയുന്നു, പി.സി. ജോർജ് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റിയാണ് പറഞ്ഞത്. പക്ഷേ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം. ഇന്ത്യക്കെതിരെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യൻ പാസ്പോർട്ടിന് യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിലെ സിറ്റിസൺ ആയിട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിക്കൂടെ? അവിടെ കിടക്കുമല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ, നിങ്ങൾ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ മതി. നേരെ ചെല്ലുക, അങ്ങോട്ട് ചെന്ന് കയറിക്കൂടെ, അപ്പോൾ അറിയാമല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. ഇനി ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ചോദിച്ചാൽ അല്ല. ഇതിനുശേഷം മനോരമയിൽ മറ്റൊരു വാർത്തയും കണ്ടു. മനോരമയിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 26, 2021 വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് തരാം.
ഇതാണ് ആ വാർത്ത. പാക് വിജയം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു, കാശ്മീരിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ആ വാർത്തയുടെ പൂർണ്ണ രൂപം ഞാനിവിടെ ജസ്റ്റ് വായിക്കാം. ശ്രീനഗർ UAE നടക്കുന്ന 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായി പാകിസ്ഥാന്റെ വിജയം പടക്കം പൊട്ടിച്ച് മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ആഘോഷിച്ചവർക്കെതിരെ ജമ്മു കാശ്മീരിൽ കേസ്. പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുന്നവരുടെ വീഡിയോകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് UAPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഞായറാഴ്ച നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ 10 വിക്കറ്റിനാണ് ഇന്ത്യയെ തോൽപ്പിച്ചത്. ലോകകപ്പ് വേദികളിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആദ്യ വിജയമായിരുന്നു ഇത്. പാകിസ്ഥാന്റെ വിജയാഘോഷിക്കുന്നവരുടെ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി IG പറയുന്നു. ശ്രീനഗറിലെ സൗറ കരൺ നഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളും മാത്രം അടിസ്ഥാനമാക്കിയല്ല കേസുകളെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. UAPA പ്രകാരമുള്ള കേസുകൾ മുൻകൂർ ജാമ്യം ലഭിക്കില്ല. മാത്രമല്ല കുറഞ്ഞ 5 വർഷം തടവ് ശിക്ഷയും ലഭിക്കാം. അതിനിടെ പാകിസ്ഥാന്റെ വിജയം ഇന്ത്യൻ മണ്ണിൽ വെച്ച് ആഘോഷിച്ചവർക്കെതിരെ രൂക്ഷ വിമർശനമായി മുൻ താരങ്ങൾ വീരേന്ദ്ര സേവാഗും ഗൗതം ഗംഭീറും രംഗത്ത് വന്നു. കാശ്മീരിലെ ഒരു വനിതാ ഹോസ്റ്റലിലെ കോളേജ് വിദ്യാർത്ഥികൾ പാകിസ്ഥാന്റെ വിജയം ആഘോഷിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പടക്കം പൊട്ടിച്ചും നൃത്തം ചെയ്തും പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ച വിദ്യാർത്ഥിനികൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതായും റിപ്പോർട്ടിലുണ്ട്. മറ്റൊരു സ്ഥലത്ത് പാകിസ്ഥാന്റെ പതാക വീശി ലോകകപ്പ് വിജയം ആഘോഷിക്കുന്നത് നമുക്ക് കാണാം. നേരത്തെ 2016 2020 ലോകകപ്പ് സെമിയിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റപ്പോൾ ശ്രീനഗറിലെ NITയിൽ പ്രാദേശികവാസികളായ വിദ്യാർത്ഥികളും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഇന്ത്യക്ക് ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരുന്നു പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുക. PC ജോർജ് പറഞ്ഞതിനകത്ത് ഈ പോയിന്റ് വളരെ കൃത്യമാണ്. ഇത് ഞാൻ നേരത്തെ പറയണമെന്ന് ആഗ്രഹിച്ചൊരു പോയിന്റാണ്. ഇന്ത്യക്കുള്ളിൽ ജീവിച്ചുകൊണ്ട് ഒരു രാജ്യത്തോട് സ്നേഹമില്ലാതെ കൂറുമില്ലാതെ വിശ്വാസവും ഇല്ലാതെ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാന്റെ കൊടി ഉയർത്തി വീശി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരും ടീമും നമുക്കിടയിലുണ്ട്. PC ജോർജ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഒരു മുഴുവൻ കമ്മ്യൂണിറ്റിയും നമ്മൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അവർ പാകിസ്ഥാനിലോട്ട് പോകണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇന്ത്യക്കുള്ളിൽ നിന്ന് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച് ഇന്ത്യ തോൽക്കുമ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് പാകിസ്ഥാന് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലെന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നടന്നിട്ടില്ലെന്നും പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കാണുന്നത് നിങ്ങളോടാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ത്യക്കുള്ളിൽ നിന്നും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവരെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം വരാൻ നേരത്ത് നിങ്ങൾ ഇന്ത്യയോടൊപ്പമാണോ പാകിസ്ഥാനോടൊപ്പമാണോ? കമന്റ് ചെയ്യുക. ഇന്ത്യ ആണെങ്കിൽ കമന്റ്, പാകിസ്ഥാൻ ആണെങ്കിൽ കമന്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമുക്ക് എത്രയും പെട്ടെന്ന് 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കമന്റ് ഇടാൻ മറക്കരുത്, ഇന്ത്യ ഓർ പാകിസ്ഥാൻ.